Hello everyone, welcome back to my YouTube channel. If you're new here, do check out my other videos. അപ്പം ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈറ്റിങ് സെറ്റപ്പ് ചെയ്യാനോ ഒന്നും തോന്നാത്തതുകൊണ്ട് ഈ ട്യൂബ് ലൈറ്റിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ്. ഓക്കെ, എനിക്ക് ഇന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തോന്നാൻ സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്ലി മൈ ഫ്രണ്ട് നീതു who might be watching this, she is the inspiration behind this video. And secondly, ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു ബുക്ക്, ഐ മെൻഷൻ ദ ബുക്ക്, അത് ലാസ്റ്റ് പറയാം. അപ്പം ബേസിക്കലി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സൊസൈറ്റിയിലും നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടന്റിലും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും പെണ്ണുങ്ങൾ തമ്മിലടിക്കുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഫിലിം കമ്മ്യൂണിറ്റിയും ഒക്കെ നമുക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ ഇത് സെയിം ടൈം ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ പോലും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ട്രൊമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് പിന്നാലെ രണ്ടാളും കൂടി നടക്കുന്നു, എന്നിട്ട് അവർ രണ്ടുപേരും എന്നിട്ട് ഫ്രണ്ട്സ് ആവുന്നു, അങ്ങനത്തെ ഒന്നും അല്ലാണ്ട് മറ്റ് സിനിമയൊക്കെ ഇല്ലേ ഹിന്ദിയിൽ മറ്റേ ലേഡീസ് വേഴ്സസ് വിക്കി ബാൽ എന്ന് പറഞ്ഞാൽ തോന്നുന്നു. അപ്പം അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലൊന്നും അല്ലാണ്ട് ജസ്റ്റ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന എത്ര സിനിമകളുണ്ട്. പ്രേമലുവിനകത്ത് ഞാൻ ഈ റീസെൻ്റ്ലി കണ്ടു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് സെൻറ്റേർഡ് അറൗണ്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് അല്ലേ, ഇറ്റ്സ് ഓൾസോ സെൻറ്റേർഡ് അറൗണ്ട് ഒരു ബോയ് ഗേൾ റോം കോം വൈബ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഐ തോട്ട് ഐ വിൽ വാച്ച് സം ഓഫ് മൈ എനിക്കിഷ്ടമില്ലാത്ത ലിപ്സ്റ്റിക്സ്. ഓക്കെ, എനിക്ക് റെവ്ലോൺ ആസ് എ ബ്രാൻഡ് എനിക്കിഷ്ടമാണ്. ഈ റെവ്ലോണിൻ്റെ ചില ഷെയ്ഡ്സ് ആർ ലൈക്ക് സോ സ്റ്റുപ്പിഡ്. എന്താ വെച്ചാൽ ഐ ഷോ യു വാട്ട് ഈവൺ ഇസ് ദ ഷെയ്ഡ്. ഇതിൻ്റെ പേര് വൈൽഡ് എന്തോ ആണ്. ഈ ഷെയ്ഡ് ഐസ് ഓൺ യു എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം ഇതിൽ നോക്കുമ്പം സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ലെങ്കിലും ശരിക്കും കാണാൻ കൺസീലർ ലിപ്സ് കണ്ടിട്ടില്ലേ, ആ കോലാണിത് ശരിക്കും നേരിട്ട് കാണാൻ. ഓക്കെ, ഐ ഹേറ്റ് ദ ഷെയ്ഡ്. ഇതുവരെ എനിക്ക് മര്യാദയ്ക്ക് പ്രോപ്പർലി പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലിപ് ലൈനർ ഒരു കൊന്തവും യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഇതിൻ്റെ ഫോർമുല മേബ്ലിൻ വിനൈൽ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോലെയാണ്, കുറച്ച് സ്റ്റിക്കി ആൻഡ് നോ അത് കുറേ ആ പിഗ്മെൻറ്റ് കുറേ അവിടെ നിൽക്കും. അപ്പം എന്താ പറയുക, അപ്പം അതുകൊണ്ട് തന്നെ അത്ര ബ്ലെൻഡബിൾ ഒന്നുമല്ല. ഓക്കെ ഗൈസ്, എൻ്റെ ക്ലെൻസിങ് ബാം തീർന്നു. അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് പോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എനിവേ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്. ഈവൺ ആസ് ചിൽഡ്രൻ നമ്മൾ എക്സ്പോസ്ഡ് ആയിരുന്നത് വാസ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുമ്പം ജെലസി, ഹേറ്റ്രഡ്, ഒരുമാതിരി ഫീമെയിൽ ഡ്രൈവറി, ക്യാറ്റ് ഫൈറ്റ്സ്, ഇങ്ങനത്തെ കുറേ ടേംസൊക്കെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് വെൻ യു ഫൈനലി ഗെറ്റ് ഒരു ഫ്രണ്ട്, ഒരു പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു, ഹൂ റെസനേറ്റ്സ് വിത്ത് യു, ആൻഡ് നമുക്ക് അൺകണ്ടീഷണാലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത്. അൺകണ്ടീഷണാലിറ്റി എന്ന് പറയുമ്പം സെൽഫ് സാക്രിഫൈസ് ചെയ്ത് നമ്മളെ ബൗണ്ടറീസ് ഒന്നും ഇല്ലാണ്ടാക്കി അങ്ങനെയല്ല, പക്ഷെ ഒരു റീസണബിൾ അൺകണ്ടീഷണാലിറ്റി ഉള്ള ഫ്രണ്ട്ഷിപ്സ് നമുക്ക് കിട്ടുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നൊരു എംപവർമെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇത്ര കാലം വി വെർ ലൈഡ് ടു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു സമയമുണ്ട്. ഒരു സമയത്ത് എനിക്ക് ബോയ്സാണ് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് എന്നുള്ളത് പ്രൗഡായിട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഒരു എക്സ്ട്രീംലി പിക്ക് മീ ബിഹേവിയർ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ സ്കൂളിൽ. എന്നാൽ അത് അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് മടിയുമില്ല, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷനിൽ വരുന്ന പലവരും ഇതേ ഒരു നെറേറ്റീവിൽ പോയിട്ടുണ്ടെന്ന്. ആ ഒരു സമയത്ത് അങ്ങനെ പറയാൻ ഒരു ടീനേജ് ഗേളിന് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് റീസൺ വാസ്, എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ റീസൺ വാസ് ദാറ്റ് എനിക്ക് എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിനെ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ പറ്റാറില്ല, എനിക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റാറില്ല. ബിക്കോസ് ഞാനിപ്പം എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പത്തെ മൈ മെയിൽ ഫ്രണ്ട്സ് യൂസ് ടു സേ ഡോണ്ട് വറി അങ്ങനെ ഇങ്ങനെ, പക്ഷേ മൈ ഫീമെയിൽ ഫ്രണ്ട്സ് യൂസ് ടു ജഡ്ജ് മീ മോർ. ശരിയാ, ഇന്ന് ഭയങ്കര ബോറായിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് ആ ഇൻസെക്യൂരിറ്റി കൂടി വരുമായിരുന്നു. നെക്സ്റ്റ് ഇത് സ്വാച്ച് ചെയ്യാം കേട്ടോ. ഇത് സിൽക്കി സെറിന എന്ന് പറഞ്ഞ റെവ്ലോണിൻ്റെ ഷെയ്ഡാണ്. ദിസ് ഈസ് എ നൈസ് ഷെയ്ഡ്, ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ ഇപ്പം എൻ്റെ ടേസ്റ്റ് ഓഫ് ലിപ്സ്റ്റിക്സ് ഈ ഒരു കളറല്ല. ഇതൊരു
പേർപ്പിൾ മോവിഷ് കളറാണ്. എനിക്കിത് ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഒരു എഫേർട്ട്ലെസ് ആയിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ വീഡിയോ ഇപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് റീസൺ വാസ്, എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര റിബല്യസ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ടു സേ ദാറ്റ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആർ ദ ബെസ്റ്റ് എന്ന് ഇപ്പം പറയുന്നത്. സംതിങ് എന്താ പറയുക, ദാറ്റ് ചേഞ്ചസ് ഒരു ബിഗ് നാരേറ്റീവ് ദാറ്റ് ഈസ് പുട്ട് ഡൗൺ ഫോർ വിമൻ. അപ്പം ആ നാരേറ്റീവ് ചേഞ്ച് ചെയ്യുമ്പം നമ്മളെ പോലെയുള്ള കുറച്ചുകൂടി അഡൾട്ടായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുമ്പം യങ്ങർ ജനറേഷൻ ഓഫ് ഗേൾസിന് ദേ വിൽ ഗെറ്റ് ടു നോ ദാറ്റ് വേറൊരാളുടെ സക്സസ്, ബ്യൂട്ടി, വാട്ട് എവർ ഇറ്റ് ഈസ് ദറ്റ് യുനോ മേക്സ് ദം ജെലസ് ആൻഡ് അങ്ങനത്തെ ഒരു ഫേസിലേക്ക് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങൾ വേറൊരാളുടെ ഇത് വെച്ചിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യണം എന്നില്ല എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗേൾസ് വിൽ സ്റ്റോപ്പ് ബീങ് മീൻ ടു ഈച്ച് അതർ. ആൻഡ് വൈ ഡു യു തിങ്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് എന്നുള്ളൊരു സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെ വലിയ ശത്രു എന്ന് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് നമ്മൾ ജനിച്ച അന്ന് മുതൽ യു ആർ ബീങ് തോട്ട് ടു ബി ഒരു പേഴ്സൺ ഹൂ ഇസ് പൊളൈറ്റ്, അടക്കവും ഒതുക്കവും എല്ലാത്തിലും പെർഫെക്റ്റ്. ആൻഡ് ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ എന്താ, കുട്ടികളെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, വീട് വൃത്തിയാക്കണം, പണിക്ക് പോകണം, ജോലി ചെയ്യണം, ബ്രിങ് ഇൻ ദ മണി, ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്. അപ്പം ഇങ്ങനെ പല 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 കാര്യങ്ങളാണ്, ഓരോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ അവരവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാണ്ട്, ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാണ്ട്, അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ആരും ഇല്ലാണ്ട്, അവർക്ക് തോന്നിയ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, തോന്നിയ സമയത്ത് വീട്ടിൽ കയറി പോകുന്നു, അങ്ങനെ നടക്കുന്ന ഒരു ഗേളിനെ കാണുമ്പം ഓഫ് കോഴ്സ് ദി അതർ വുമൺ വിൽ ഫീൽ ജെലസ്. ഓഫ് കോഴ്സ് ദി അതർ വുമൺ വിൽ വോണ്ട് ടു പുട്ട് ദിസ് വുമൺ ഡൗൺ. അവിടെ സൊസൈറ്റി തന്നെ ഇൻജെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണത്. ആൻഡ് അത് നമ്മൾ ഓരോ ജനറേഷൻ ത്രൂ പാസ് ചെയ്യുമ്പം നമ്മൾ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിനെ വില്ലനൈസ് ചെയ്യുന്ന കണ്ടന്റ് കാണുമ്പം, എസ്പെഷ്യലി ഫേസ്ബുക്കിൽ, ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്ക് കയറി ശരിക്കും ശ്വാസം മുട്ടിപ്പോയി. ഫേസ്ബുക്കിനകത്ത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുന്ന ഓരോ എന്താ പറയുക, ഓരോ സ്കിറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ, ഷോർട്ട് ഫിലിം അല്ല, ലൈക്ക് സ്കിറ്റ് പോലെയുള്ള ഷോർട്സും വാട്ട് എവർ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന വീഡിയോസും ഒക്കെ ഇറ്റ്സ് സോ പ്രോബ്ലമാറ്റിക്. ബിക്കോസ് പെണ്ണുങ്ങളെ വലിയ ശത്രുവായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു? എന്തുകൊണ്ട് അമ്മായിയമ്മമാർ ഇത്രയ്ക്ക് ആൺമക്കളെ മുകളിൽ ഒബ്സസ്ഡ് ആവുന്നു? എന്തുകൊണ്ട് സിസ്റ്റർ ഇൻ ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു? അതൊന്നും ചിന്തിക്കാണ്ടാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നാരേറ്റീവ് ചേഞ്ച് ചെയ്യണം, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആൻഡ് ഐ പേഴ്സണലി ഹാവ് ബിൻ എഫക്റ്റഡ് ബൈ പീപ്പിൾ ലൈക്ക് വിമൻ ഇൻ മൈ ലൈഫ്. എന്നെ അറ്റാക്ക് ചെയ്തിട്ടും എന്നെ ബാഡ് തിങ്സ് പറഞ്ഞിട്ടും ഒക്കെ ഞാൻ എഫക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ബ്ലെയിം ദം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വോണ്ട് ടു ബി മീ. അല്ലെങ്കിൽ അവർ എൻ്റെ പ്രായത്തിൽ അവരെ കൊണ്ട് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫാമിലി വെച്ചിരുന്ന എക്സ്പെക്റ്റേഷൻസ് അല്ല ഇപ്പം എൻ്റെ അടുത്ത് വെക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ അവർക്ക് നല്ല ചൊറി ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുമ്പം ഐ ഡോണ്ട് ഫീൽ ആങ്കർ ടുവേർഡ്സ് ദോസ് പീപ്പിൾ. അങ്ങനെ അല്ലാണ്ട് ഓഫ് കോഴ്സ് ലൈക്ക് ബാഡ് ആയിട്ടുള്ള ആൾക്കാർ ഹു ആർ ഫീമെയിൽ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ ജനറിക് ആയിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന പല വില്ലനൈസ് ചെയ്ത് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഐ തിങ്ക് ഇഫ് യു സ്റ്റിൽ ഹാവ് നോട്ട് ഫൗണ്ട് അങ്ങനത്തെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഇഫ് യു തിങ്ക് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് ഒന്നും ലൈക്ക് ഗേൾസിൻ്റെ ഇടയിലൊന്നും ഉണ്ടാവില്ല, വേർ യുനോ അങ്ങനത്തെ ഒരു ജലസി ഇത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതെന്ന് ലൈക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ എം ടെല്ലിങ് യു ദർ വിൽ ബി എ ഡേ വെൻ യു വിൽ ഫൈൻഡ് ഒരു റിയലി ഗുഡ് ഫ്രണ്ട്, അല്ലെങ്കിൽ റിയലി ഗുഡ് ഫ്രണ്ട്സ് ഇഫ് യു ആർ റിയലി ലക്കി, who have the same thought process as you, who is so supportive of you, who is extremely proud of you. And നമ്മളെ ഉള്ളിൽ തന്നെ അവർക്കൊരു ഗുഡ് തിങ് ഉണ്ടാകുമ്പം നോ ജലസി, നോ ഫീലിംഗ്, നത്തിങ്. അങ്ങനത്തെ ഒരു ഫേസിലെത്തുമ്പം യു വിൽ നോ ദാറ്റ് പല സാഹചര്യങ്ങളിലും വി കുഡ് ഹാവ് ബിൻ ദാറ്റ് ഫ്രണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മൾ തന്നെ ഒരാളുടെ സക്സസ് കാണുമ്പോഴൊക്കെ നമ്മൾ
എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള സമയങ്ങളുണ്ടാവും. നോബഡി ഈസ് പെർഫെക്റ്റ്, ഓക്കെ, ഈവൺ ഐ എം നോട്ട് പെർഫെക്റ്റ്. അപ്പം ആ സാഹചര്യങ്ങൾ നമ്മളെ ഉള്ളിൽ ഒരു ജലസി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ടാണ് നമ്മൾ മറ്റേ ആൾ ചെയ്തൊരു വലിയ കാര്യത്തിന് നമ്മൾ കുറച്ച് കണ്ടത്, എന്നാൽ അവരെ അത്രയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യാത്തത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ് കംസ് അപ്പ് വിൽ ബി മോർ സപ്പോർട്ടീവ് ആൻഡ് ഒരു ഗുഡ് ലിസണർ ആകുമ്പോൾ തന്നെയാണ്, ആൻഡ് ഒരു പരസ്പര റെസ്പെക്റ്റ് ഉണ്ടാവുമ്പം ദർ വിൽ ബി ഗുഡ് ഫ്രണ്ട്ഷിപ്സ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വാട്ട് എവർ യുവർ ഐഡൻറ്റിറ്റി ഈസ്, അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ബാഡ് ആൻഡ് ഗുഡ് ആൾക്കാരും ഒബ്വിയസ്ലി ഉണ്ട്, അതില്ല എന്നല്ല. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പം, നമ്മൾ വില്ലനൈസ് ചെയ്ത് പറയുമ്പം ഒക്കെ ഒരു സർട്ടൻ എന്താ പറയുക, ഒരു സർട്ടൻ കോമ്പിനേഷൻ ഓഫ് പീപ്പിളിനെ നമ്മൾ വില്ലനൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പോയിന്റ്. സോ ഇഫ് യു ഹവ് സീൻ മൈ വീഡിയോസ് മുന്നത്തെ, ഐ ഹാവ് മെൻഷൻ ദാറ്റ് ഐ ഹാവ് ഒരു പാക്ട് വിത്ത് മൈ സെൽഫ്. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും, എന്താ പറയുക, അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടെന്ന്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ യൂട്യൂബിലൊന്നും കണ്ടന്റ് ഇടണം എന്നുള്ളൊരു സ്പേസിലല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഐ തോട്ട് ഐ വിൽ, ആൻഡ് ദാറ്റ്സ് ദിസ്. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ഇങ്ങനത്തെ കൺവെർസേഷൻസ്, ആൻഡ് ഇപ്പോൾ ഐ എം നോട്ട് പ്രിപ്പയർഡ്, ഒരു സ്ക്രിപ്റ്റിൻ്റെ രീതിയിലൊന്നും സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല ഞാൻ. അപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയുക, എന്നോട് തന്നെ വെച്ച പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിടുന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഇഫ് യു ഗോട്ട് സംതിങ് ഔട്ട് ഓഫ് ദിസ് വീഡിയോ, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, do subscribe and like, and let me know your thoughts in the comments and follow along.